നമ്മുടെ അഡീനിയൻ ചെടി നല്ല തഴച്ച് വളരുന്നതിനും നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്നതിനും ഉപയോഗിക്കുന്ന 2 വളങ്ങളാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഈ മുട്ടത്തൊണ്ട് നമ്മൾ കളയാൻ നിൽക്കണ്ട. ഈ മുട്ടത്തൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് പൊടിച്ച് നമുക്കൊരു 2-3 സ്പൂൺ നമുക്ക് അഡീനിയൻ ചെടിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച ശേഷം ഉണക്കി വെച്ച് കഴിഞ്ഞാലാണ് അതിൽ ഫംഗസ് ഒന്നും വരാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉണക്കിയ ശേഷം പൊടിച്ചെടുക്കാം. നമുക്കിത് ഞാൻ നന്നായിട്ട് കഴുകി ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് പൊടിച്ച് ചെടിയുടെ കടയ്ക്ക് ഇടാം. അപ്പോൾ അതോടൊപ്പം തന്നെയുള്ള മറ്റേ വളമാണ് നമ്മളുടെ കമ്പോസ്റ്റിൻ്റെ ആ വെള്ളം നമ്മൾ ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അഡീനിയം ഫ്ലവേഴ്സ് കൊല കുത്തിയായിട്ട് വളരും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അധികം ചിലവില്ലാത്ത 2 കാര്യങ്ങളാണ് ഈ മുട്ടത്തൊണ്ടും നമ്മുടെ കമ്പോസ്റ്റിൻ്റെ ആ വെള്ളവും. അതിലൊട്ടും കമ്പോസ്റ്റിൽ വെള്ളം ചേർക്കരുത് കേട്ടോ. നമ്മളതിൽ നിന്ന് വരുന്ന ഊർന്ന വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നമ്മളതിലേക്ക് കഞ്ഞി വെള്ളമോ മറ്റ് ചായപ്പൊടിയിലതോ ഒന്നും ചേർക്കരുത്. ചായപ്പൊടി കൊറ്റം ചേർക്കാം, പക്ഷേ വെള്ളമായിട്ട് നമ്മളൊന്നും ചേർക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന ഇതിന് നമുക്ക് വലിയ ചിലവുകളില്ലാതെ നമ്മുടെ അഡീനിയൻ ചെടി നന്നായിട്ട് എന്താ പറയുക ബുഷ് പോലെ തന്നെ വളരും. ഇല കാണാത്ത വിധത്തിൽ പൂക്കളുണ്ടാവും. നല്ല ഭംഗിയില്ലേ കാണാൻ? ഇല കാണാണ്ട് ഇങ്ങനെ പൂക്കളുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഒരു നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ തൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മുട്ടയൊക്കെ തൊണ്ടുണ്ടായാലും നമുക്ക് ഇത്ര ഒരു 6 ടീസ്പൂണോളം മുട്ടത്തൊണ്ടിൻ്റെ പൊടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോ ചെടിക്കും ഒരു 2 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര മുട്ടത്തൊണ്ട് പൊടിച്ചിട്ടാലും അത് നല്ലതാണ്. ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ധൈര്യമായിട്ട് നമുക്കിത് 2 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് ദിവസം ഉണ്ടെങ്കിൽ ദിവസം ഇടാം, അല്ലെങ്കിൽ ആഴ്ചയിലുണ്ടെങ്കിൽ ആഴ്ചയിലിടാം. നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ കയ്യിൽ മുട്ടത്തൊണ്ട് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ മുട്ടത്തൊണ്ട് ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ അഡീനിയൻ ചെടിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയുടെ തൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കടയ്ക്ക് ഞാൻ 3 സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെടികളും പച്ചക്കറികളൊക്കെ തഴച്ച് വളരുന്നതിന് നമുക്ക് ഇനി വളം വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, ഇതേപോലത്തെ ഒരു ഡ്രമ്മിലേക്ക് നമുക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. ചിലർ ചാണകം ഇതൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഇത് വെറുതെ അടച്ചു മൂടി വയ്ക്കും. നമുക്ക് ഈ ഡ്രമ്മിന് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹോളിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഇതിൻ്റെ പച്ചക്കറിയുടെ ആ വെള്ളം ഊർന്നിറങ്ങി വരും. ഏകദേശം അതിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകത്തിൻ്റെ ഒരു മണമാണ് കേട്ടോ. അത് ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് ഒരു ഗ്ലാസ്സൊക്കെ കിട്ടുള്ളൂ, അധികമൊന്നും കിട്ടുന്നില്ല. അതിലേക്കൊരു 10-12 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചെടിയിലേക്ക് ഒഴിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നല്ല എന്നിട്ട് ഞാനൊരു പാവലം നട്ടിട്ട് എൻ്റെ പാവലം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്നിട്ട് വളരെ നരുന്ത് പോലെ ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊഴിച്ച ശേഷം എൻ്റെ പാവലം നല്ല ഭംഗിയിൽ അത്യാവശ്യം നല്ല പടർന്നു വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അഡീനിയൻ ചെടി ഇത് അധികം ലീവ്സുകളൊന്നും ഇല്ലാണ്ട് പൂക്കൾ മാത്രമായിട്ട് ഉണ്ടാകാനുള്ള ടെക്നിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ അറിയാത്ത ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ചിലവരിങ്ങനെ വെള്ളം നനയ്ക്കേയില്ല. കാരണം മരുഭൂമിയിലെ ചെടിയെന്ന് പറഞ്ഞതുകൊണ്ട് നനയേ ഉണ്ടാവാറില്ല. പക്ഷേ ഞാനത് മനസ്സിലാക്കി കൊടുത്തോളും. നനയ്ക്കാണ്ട് വന്നു കഴിഞ്ഞിട്ട് അവരെ ചെടി പൂക്കളേ ഉണ്ടായിട്ടില്ല. അതിന് ശേഷം അവർ നനച്ചു തുടങ്ങിയപ്പോൾ അവരിൽ നന്നായിട്ട് പൂക്കളായി തുടങ്ങി. സൂര്യപ്രകാശം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നന്നായിട്ട് വയ്ക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ അഡീനിയൻ ചെടി നല്ല ഭംഗിയിൽ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇതുപോലെ ഉണ്ടായി കിട്ടും. അപ്പോൾ നമ്മുടെ ഇതേപോലത്തെ വലിയ അഡീനിയം പ്ലാന്റ്സ് ഉണ്ടല്ലോ, കണ്ട ഇതിൽ ഇല ഇല്ലാത്ത വിധത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. കംപ്ലീറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊഴിഞ്ഞു പോയി തുടങ്ങിയതാണ്. ഇതൊരു വേറൊരു എന്നാണ് കേട്ടോ. ഇത് വലിയൊരു മദർ പ്ലാന്റാണ്. ഇതിൽ നിന്നിട്ട് ഞാൻ കുറേ കട്ടിങ്സ് നമ്മൾ നല്ല പുതുമണ്ണിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അടിപൊളിയായിട്ട് കുറേ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.